നമസ്കാരം. തമിഴ്നാട്ടിൽ ബി.ജെ.പി. നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്റ്റാലിനെതിരെ എല്ലാ വശങ്ങളിൽ നിന്നും വാളോങ്ങുകയാണ് അണ്ണാമലൈ. ഏതൊക്കെ രംഗങ്ങളിൽ അഴിമതി നടത്താമോ ആ രംഗങ്ങളിലെല്ലാം അഴിമതി നടത്തുകയാണ് DMK. ഇപ്പോഴത്തെ തമിഴ്നാട് ആരോഗ്യമന്ത്രിയുടെ ഒരു വെളിപ്പെടുത്തലാണ് വലിയ ചർച്ചയാകുന്നതും വിവാദമാകുന്നതും. മെഡിക്കൽ പ്രവേശന പരീക്ഷകൾക്ക് കോഴ വാങ്ങിയതായാണ് തമിഴ്നാട് ആരോഗ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. അതും നീറ്റ് പരീക്ഷയ്ക്ക് മുൻപേ. നീറ്റിന് മുൻപ് മെഡിക്കൽ സീറ്റുകൾ തമിഴ്നാട്ടിൽ DMK വിറ്റിരുന്നുവെന്നാണ് ഒരു അഭിമുഖത്തിൽ തമിഴ്നാട്ടിലെ മുൻ ആരോഗ്യമന്ത്രിയായ തിരുവാർകോട്ട് വീരസ്വാമി പറഞ്ഞത്. ഇത് DMKക്കെതിരായ വിമർശനമായി ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമാക്കുകയാണ് BJP നേതാവ് അണ്ണാമലൈ. സീറ്റിന് മുൻപ് മെഡിക്കൽ സീറ്റുകൾ സ്ഥിരം വിൽക്കുകയായിരുന്നുവെന്നും ആരോഗ്യമന്ത്രി തിരുവാർകോട്ട് വീരസ്വാമി പറയുകയാണ്. ഒരു മന്ത്രി ചെയ്യാനും പറയാനും പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉടമയുടെ കയ്യിൽ നിന്ന് മെഡിക്കൽ സീറ്റ് വിറ്റ് കാശ് വാങ്ങുന്ന കാര്യം വരെ ഈ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് BJP ഇപ്പോൾ എടുത്തടിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് സംഭാവന നൽകുന്നതിനനുസരിച്ച് മെഡിക്കൽ മെറിറ്റ് ലിസ്റ്റിലെ സീറ്റുകൾ വിൽക്കുക പതിവായിരുന്നുവെന്ന്, നീറ്റിന് മുൻപ് അതായിരുന്നു പതിവ് രീതിയെന്നും അഭിമുഖത്തിൽ മുൻ ആരോഗ്യമന്ത്രി തിരുവാർകോട്ട് വീരസ്വാമി പറഞ്ഞിരിക്കുന്നു. നീറ്റിന് മുൻപ് അങ്ങനെ മെഡിക്കൽ സീറ്റ് വിൽക്കാൻ ആരാണ് സ്റ്റാലിനും DMKക്കും ധൈര്യം നൽകിയത്? അത് മാത്രമല്ല, വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത്, ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് നടത്തുന്ന വ്യവസായിയായ MAM രാമസ്വാമിയിൽ നിന്ന് ആരോഗ്യമന്ത്രി തിരുവാർകോട്ട് വീരസ്വാമിക്ക് ധനസഹായം ലഭിക്കുക പതിവായിരുന്നു. മാത്രമല്ല, പണം ആവശ്യം വരുമ്പോൾ DMKയുടെ ട്രഷറർ എന്ന നിലയിൽ എന്നോട് പണം ആവശ്യപ്പെടുകയും ചെയ്യും. എങ്ങനെയാണ് ഞാൻ പണം സംഘടിപ്പിക്കുക? ഞാൻ നേരെ സ്വകാര്യ മെഡിക്കൽ കോളേജ് വ്യവസായി ഉടമയായ AMM രാമസ്വാമിയുടെ വീട്ടിൽ പോകും. അദ്ദേഹം ഞങ്ങളുടെ അഭ്യുദയകാംക്ഷിയാണ്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ വീട് സന്ദർശിക്കുമായിരുന്നു. കാരണം അദ്ദേഹം മെഡിക്കൽ കോളേജ് ഉടമയും ഞാൻ ആരോഗ്യമന്ത്രിയുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. അദ്ദേഹം മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ പകർപ്പ് ചോദിക്കും. എന്തിനാണ് അതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഈ ലിസ്റ്റിൽപ്പെട്ട വിദ്യാർത്ഥികൾ തീർച്ചയായും സർക്കാർ മെഡിക്കൽ കോളേജുകൾ തിരഞ്ഞെടുക്കും. റാങ്ക് ലിസ്റ്റിൽ നിന്നും അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന സീറ്റുകൾ ഞങ്ങൾ വിൽക്കും. ഇതിനാണ് അദ്ദേഹം ഓരോ തവണയും റാങ്ക് ലിസ്റ്റ് ചോദിക്കുന്നത്. ഞാനത് അപ്പോൾ അയച്ചു കൊടുക്കുകയും ചെയ്യും, അതും കാശിന് വേണ്ടി. എനിക്ക് നല്ല ബന്ധമായിരുന്നത് കൊണ്ട് ഈ ലിസ്റ്റ് നൽകുന്നതിന് ഞാൻ പണം വാങ്ങിക്കും. 1 കോടിയോ 2 കോടിയോ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിലക്കടലയുടെ വിലയേ ഉള്ളൂ ഈ കോടികൾക്ക്. ഞാൻ നിർബന്ധിച്ചാൽ അദ്ദേഹം 5 കോടി വരെ നൽകും. ഇതായിരുന്നു ആരോഗ്യമന്ത്രി തിരുവാർകോട്ട് വീരസ്വാമിയുടെ അഭിമുഖത്തിലെ വിവാദമായ ഭാഗം. ഈ ഭാഗം പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ നീറ്റിന് മുൻപിൽ എങ്ങനെയാണ് DMK നേതാക്കൾ മെഡിക്കൽ സീറ്റുകൾ പണം വാങ്ങി വിറ്റുന്നതെന്ന് അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിവാദമാവുകയാണ്. അർഹമായ കുട്ടികൾക്ക് ഇന്ത്യയിലെ മെഡിക്കൽ ഡെന്റൽ സീറ്റുകളിൽ പ്രവേശനം ലഭിക്കാനാണ് കേന്ദ്രീകൃതമായ നീറ്റ് പരീക്ഷ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ബഹളമുയർത്തുന്ന DMKയുടെ ലക്ഷ്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു എന്നാണ് അണ്ണാമലൈ തുറന്നടിച്ചത്. പരീക്ഷാ നടത്തിപ്പ് സംവിധാനം മെച്ചപ്പെടുത്താനല്ല, മെഡിക്കൽ സീറ്റ് വിറ്റ് കോടികൾ വാങ്ങാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ DMK രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് അണ്ണാമലൈ കുറ്റപ്പെടുത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്ന ആരോപണം CBI അന്വേഷിച്ചു വരികയാണ്. അതിൽ അറസ്റ്റും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപകമായി പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ലെന്നാണ് നീറ്റ് പരീക്ഷ നടത്തിപ്പിന്റെ ചുമതലയുള്ള NDA പറയുന്നത്. ഏതായാലും ഇതോടുകൂടി തമിഴ്നാട് രാഷ്ട്രീയം വലിയ രീതിയിൽ വീണ്ടും കലങ്ങി മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. DMK ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ഇനി തടുക്കേണ്ടിയിരിക്കുന്നു. NDAയുടെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടായിരിക്കുന്നു. അണ്ണാമലൈ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെടുമ്പോൾ, നീറ്റ് പരീക്ഷ അടക്കമുള്ള വിവാദമായ ഒരു സംഭവത്തിൽ ഇടപെടുമ്പോൾ DMK ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടാവുകയാണ്.